അബ്രഹാം ഓസ്ലർ ഒരു ക്രൈം ഇമോഷണൽ ഡ്രാമ തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിക്കൽ ക്രൈം സ്റ്റോറി ലൈനാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. ആദ്യ പകുതി തന്നെ നമ്മളെ എൻഗേജിംഗ് ഒക്കെ ആക്കി ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന പടം. എന്നാൽ രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കാശ് മുതലാവുന്ന രീതിയിൽ മമ്മൂക്കയുടെ ഇൻട്രോയും മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വേറെ ലെവല് പടം തന്നെ പറയാം. ഈ അഞ്ചാം പാതിരിക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു തകർപ്പൻ മൂവി. രണ്ടാം പകുതി മമ്മൂക്ക വരുന്നതോടുകൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഗ്രാഫ് തന്നെ മാറുന്നത്. ആ ഒരു തിയേറ്റർ എൻട്രി തന്നെ ഒരു മാസ് പരിവേഷം തന്നെയായിരുന്നു. തിയേറ്റർ ഇളകി മറിച്ച ഒരു ടൈം തന്നെയായിരുന്നു മമ്മൂക്കയുടെ ആ വരവ്. 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഈ ഒരു അബ്രഹാം ഓസ്ലർ കൊണ്ടുപോയി. ജയറാമേട്ടന്റെ തകർപ്പൻ അഭിനയം, രണ്ടാമത്തെ തിരിച്ചുവരവ് ഗംഭീരമാക്കി തന്നെ. ടെക്നിക്കൽ സൈഡൊക്കെ ഇപ്രാവശ്യം വളരെ വീക്ക് ആയതുപോലെ തോന്നി. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലെ BGM പിന്നെ മേക്കിംഗ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഷോകായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഏതായാലും പോലീസ് ഐറ്റം തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും നമുക്ക് പൈസ വസൂലാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയാലും അത് മേക്കിംഗ് ആയാലും BGM ആയാലും കിടിലം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സിനിമ മല്ലു.